കാർ എടുക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് ഈ കാർ റോഡ് സൈഡിൽ എടുക്കണുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചത്തൊരു വല്ലാത്തൊരു കുത്തൽ തന്നെയായിരുന്നു. നമ്മുടെ കാറാകെ പൊടി പിടിച്ച് ആകെ ഒരു വൃത്തികേടായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നത്. കാരണം പണിയൊക്കെ കഴിഞ്ഞ് അവർ വണ്ടി സൈഡാക്കി ഇട്ടേക്കണതായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മളിത് ഇറങ്ങാനുണ്ടോ. കണ്ടോ, വണ്ടി നിറച്ച് പൊടി പിടിച്ച് ആകെ അങ്ങനെ എടുക്കാനുണ്ട്. ആദർശൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലി, സെക്കൻഡ് പ്രയോറിറ്റി ആദർശൻ്റെ വണ്ടിയോൾ തന്നെയാണ് കേട്ടോ. വണ്ടിയോൾ എന്ന് വെച്ചാൽ അത്രയും ക്രേസാണ്, അത്രയും ഇഷ്ടമാണ്. സ്വന്തം എന്താ പറയുക, ഒരു കൂടപ്പിറപ്പിനെ കൊണ്ടു നടക്കണ പോലെ കേട്ടോ. കാറായാലും ബൈക്കായാലും ഒക്കെ കൊണ്ട് നടക്കുക. സംഭവം ഇത് ക്ലീൻ ആക്കണമെങ്കിൽ ഞാനും അമ്മയും വേണം കേട്ടോ. എനിക്ക് കൂടിയിട്ട് ആദർശേട്ടൻ ഏറ്റവും കൂടുതൽ ഒരു സെൽഫിഷ് മൈൻഡ് കാണിക്കുന്നത് ആദർശേട്ടൻ്റെ ബൈക്കിലും കാറിലും തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയ പാടേ കഞ്ഞി കുടിക്കാനുണ്ട്. അമ്മയുടെ അച്ചാറുള്ളതുകൊണ്ട് തന്നെ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മൾ വേഗം കാറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. നന്നായി പൊടി പിടിച്ചിരിക്കണ കാരണം കുറച്ച് നേരത്തെ പണിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വയനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ഇതേ കാറൊക്കെ വേഗം ക്ലീൻ ആക്കി ഇതേ സെറ്റ് ആക്കി കേട്ടോ. ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആദർശേട്ടൻ ഈ ഗേറ്റ് അടിക്കണത്. നമ്മൾ 3:30 എത്തുന്നു പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 4:30 കഴിഞ്ഞിട്ടുണ്ടായി. സംഭവം വേറെ ഒന്നും ഇല്ലാട്ടോ. നമ്മൾ കാറൊക്കെ കഴുകാൻ നിന്നപ്പോഴേ കുറച്ച് ടൈം ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോൾ എനിക്കൊരൊറ്റ ഡ്രസ്സ് പാകില്ല. അങ്ങനെ ഓരോന്ന് ഇട്ടോക്കും, അതങ്ങനെ മാറ്റിക്കും. അങ്ങനെ എൻ്റെ ടൈം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലമാര തപ്പണേൻ്റെ ഇടയ്ക്കാണ് ചേച്ചിയുടെ ഈ ടോപ്പ് കിട്ടിയത്. അങ്ങനെ അതെടുത്ത് ഞാൻ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാപ്പൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ അശ്വതി മാവണി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവള് നാറ്റിക്കരുതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. വീട്ടിലിട്ട് നടക്കണ ഹവായി ചെരുപ്പിട്ടിട്ടാണ് അവള് കാറ് വന്നപ്പോൾ ഓടി കയറിയത്. അങ്ങനെ അത് മാറ്റിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഇവരെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ അക്ഷയേട്ടനെയും മഞ്ജനേച്ചിനെയും കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരൊരു 3:30 ആകുമ്പോൾ ഞങ്ങൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം തൊട്ടേ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. പക്ഷെ നമുക്ക് കാറ് കഴുകലും അതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ അക്ഷയേട്ടൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയാ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. മരുന്നൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ തിരിച്ചു പോയിട്ടോ. അങ്ങനെ അവിടെയുള്ള എല്ലാവരോടും നമ്മൾ ബായ്ക്ക് പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോണത്. 4 പേരാണ് ബാക്കിൽ ഇരിക്കണത്. അപ്പോൾ എന്തായാലും മടിയിലൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അധികം സീനൊന്നും ആയില്ല കേട്ടോ. നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് തിമിർത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.